ഹലോ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഫാമിലിയും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ തലേ ദിവസം അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ നല്ല ഒരു മനസ്സംതൃപ്തിയാണ് വരുന്നത്. ഒരു പ്രത്യേക തരം മനസ്സംതൃപ്തിയാണ് അല്ലേ. അതുപോലെ തന്നെ ഇതുപോലെ പെർഫെക്റ്റായിട്ട് നല്ല ഇഡലി ഉണ്ടാക്കിയെടുക്കുമ്പോഴും മനസ്സിന് നല്ല സന്തോഷമാണ്. തനി കേരളീയ രീതിയിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഇഡലി സാമ്പാറും ചട്നിയും നല്ല പതയോട് കൂടിയ ചൂട് ആവി പറക്കുന്ന ഒരു ചായയും കൂടി ഉണ്ടെങ്കിൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും തൃപ്തികരം. അതുപോലെ തന്നെ എല്ലാവരുടെയും വയറും മനസ്സും ഒരുപോലെ നിറയ്ക്കാനും ഒക്കെ സഹായിക്കും അല്ലേ. കണ്ണിന് കൗതുകവും മനസ്സിന് സംതൃപ്തിയും വയറിന് വിശപ്പും അകറ്റുന്ന ഇതുപോലുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാനും വിളമ്പാനും ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേ. ഇതുപോലെ സംതൃപ്തിയോട് കൂടെ വിളമ്പിക്കഴിഞ്ഞാൽ ഇത് കഴിക്കുന്ന ആളിൽ നിന്നും ഒരു ഇഷ്ടമായി, നന്നായിട്ടുണ്ട്, സൂപ്പറാണ് എന്നൊരു വാക്ക് കേട്ട് കഴിഞ്ഞാൽ സ്വർഗലോകം കിട്ടൂലേ. അപ്പോൾ അത്തരത്തിലുള്ള വാക്കുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വീട്ടമ്മ തന്നെ ആയിരിക്കും ഓരോ മലയാളി വീട്ടമ്മയും. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. നല്ല രീതിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും സംതൃപ്തിയോട് കൂടെ കഴിച്ചു പോയി. ലാസ്റ്റ് എൻ്റെ ചിങ്കാരിക്കുട്ടി ലാസ്റ്റാണ് പോകുന്നത്. അവളും ഭക്ഷണം കഴിച്ച് പോവുകയാണ്. എന്നിട്ട് എക്സാമൊക്കെ ആണ്, ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായിട്ടുണ്ട്. രാവിലെ എടുത്ത വീഡിയോ ആണ്, ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ ഓക്കെ, നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.